വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുടെ അവയവമാറ്റത്തിനുള്ള ശസ്ത്രക്രിയ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ തുടങ്ങിയിരിക്കുന്നു. 7 അവയവങ്ങളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് കൈമാറാനായി ഉദ്ദേശിക്കുന്നത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ടുണ്ട്. പ്രദീപ്, 7 അവയവങ്ങൾ കൈമാറുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹൃദയമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് 13-കാരിക്ക് ഹൃദയം മാറ്റിവെക്കാനാകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് കാത്തിരിക്കുകയാണ് കേരളവും. അത് നടക്കുമോ? ആർക്കൊക്കെയാണ് ഈ കുട്ടിയുടെ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കൈമാറുക? അങ്കമാലിക്കടുത്ത് മള്ളൂശ്ശേരി സ്വദേശിയായ ബിൽജിത്ത് ബിജു എന്ന ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽപ്പെട്ടത്. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. തുടർന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം ഉറപ്പിച്ചതിനെ തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ ഏറെ വേദനയോടെയെങ്കിലും ബിൽജിത്തിൻ്റെ കുടുംബം തീരുമാനിച്ചത്. ഇതേ തുടർന്ന് 7 രോഗികൾക്ക് ബിൽജിത്തിൻ്റെ അവയവങ്ങൾ പുനർജീവൻ ഏകുമെന്നാണ് പ്രതീക്ഷ. പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഉദ്ദേശിക്കുന്നത്. കൊല്ലം സ്വദേശിനിയായ നിലവിൽ എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 13-കാരിയായ പെൺകുട്ടിക്കാണ് ഹൃദയം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇദ്ദേഹത്തിൻ്റെ ബിൽജിത്തിൻ്റെ അവയവങ്ങൾ ഈ പെൺകുട്ടിക്ക് ചേരുമോ എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധനയാണ് ഡോക്ടർമാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ലിസി ആശുപത്രിയിൽ നിന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കാവും മറ്റ് അവയവങ്ങൾ, അതായത് ബിൽജിത്തിൻ്റെ കണ്ണുകൾ, അതുപോലെ തന്നെ കിഡ്നി, കരൾ, പാൻക്രിയാസ് തുടങ്ങി 7 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. അങ്ങനെ അത്രയും ആളുകൾക്ക് പുതുജീവൻ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. കാലടിയിലെ ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്ത് ബിജു. ബൈക്കിൽ സഞ്ചരിക്കവെയാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. ബിൽജിത്തിൻ്റെ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളുമൊക്കെ നിറഞ്ഞ ഹൃദയവുമായി അല്ലെങ്കിൽ ഹൃദയഭാരവുമായി നിറഞ്ഞ കണ്ണുകളോടെ ഈ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് പരിസരത്തുണ്ട്. അതേസമയം തന്നെ ഏതാണ്ട് 7 പേർക്കെങ്കിലും പുതുജീവൻ ലഭിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഇതിൽ പ്രധാനമായും ഹൃദയ സംബന്ധിയായ രോഗത്തെ തുടർന്ന് ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടിയിരിക്കുന്നത് ഈ കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയാണ്. ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഇവർ എറണാകുളത്ത് ആശുപത്രിയിൽ എത്തിയത്. തിരുവനന്തപുരത്ത് മറ്റൊരു ആശുപത്രിയിൽ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോയി മടങ്ങി വരവെയാണ് എറണാകുളത്ത് നിന്ന് ഇത്തരത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച എന്നുള്ളൊരു വിവരമറിഞ്ഞ് ഇവർക്ക് ഫോണുകൾ എത്തുന്നത്. തുടർന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ ഇവർ നേരെ എറണാകുളത്തേക്ക് വരികയായിരുന്നു. ആ പെൺകുട്ടിയുടെ ശാരീരിക പരിശോധനകൾ എറണാകുളത്തെ ആശുപത്രിയിലും നടന്നു വരുന്നു. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകുന്നത്. ബിൽജിത്തിന്റെ ജീവൻ നഷ്ടമായി എന്നുള്ളത് തീരാവേദനയാണ് കുടുംബത്തിനാകെയും. 18 വയസ്സുകാരനാണ്, 1ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. പക്ഷേ ബിൽജിത്തിന്റെ മസ്തിഷ്ക മരണമാണ് സംഭവിച്ചത്. ബിൽജിത്തിന്റെ അവയവങ്ങളിലൂടെ 7 പേർക്ക് പുതുജീവനേകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഈ 13-കാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അത് സാധ്യമാകുമോ എന്നുള്ളതാണ്. അതിനുള്ള ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലാണ് അതിനുള്ള നടപടികൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത് ഉൾപ്പെടെ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. കെ എസ് ഓട്ടോയുടെ നേതൃത്വത്തിലാണ് ഈ അവയവദാനം നടക്കുന്നത്. ഏറ്റവും വലിയ ദാനമാണ്, മഹാദാനമാണ് അവയവദാനം. മാനവികത വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ് നമ്മൾ.